മഞ്ഞുമല കാണാൻ പോയാലോ? നമ്മൾ ഇന്ന് പോകുന്നത് ജർമ്മനിയിലെ NRW റീജിയനിലെ വിന്റർ റിസോർട്ട് ടൗണായ വിന്റർബർഗിലേക്കാണ്. NRW റീജിയനിലെ സ്കീയിങ്ങിനും സ്നോ ആക്ടിവിറ്റീസിനും ഫേമസ് ആയ സ്ഥലമാണ് വിന്റർബർഗ്. ഡൂസൽഡോഫിൽ നിന്ന് ഡോർട്ട്മുണ്ട്, അവിടെ നിന്ന് വിന്റർബർഗിലേക്ക്. ഇത് ചെറിയൊരു സിറ്റിയാണ്. ട്രെയിൻ ഇറങ്ങി വിന്റർബർഗിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളാണ്. തണുപ്പത്ത് വേണ്ട എല്ലാ ഡ്രസ്സുകളും ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. സ്കേറ്റ് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിക്കാനുള്ള ഷോപ്പുകളൊക്കെയാണ് ഈ വഴിയിൽ കാണുന്നത്. സ്ലെഡ്ജിംഗ് ബോർഡൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. വഴികളിലെ ഏകദേശം സ്നോ ഒക്കെ അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ലൊരു വെതറാണ്. സൂര്യനെ കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ അത്യാവശ്യം പോകുന്ന വഴിയൊക്കെ സ്നോ മെൽറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് നമ്മൾ സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ കാണാൻ കൊതിച്ചയുടെ എത്തി. ഞങ്ങൾക്ക് സ്നോ ഭയങ്കര ഇഷ്ടാട്ടോ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിന്റർ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴൊക്കെ ഇവിടെ നിന്നാണ് സ്ലെഡ്ജിംഗ് ബോർഡ് റെന്റിന് എടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബാഗൊക്കെ വെക്കാനുള്ള ലോക്കർ സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇന്നിപ്പം നമ്മൾ സ്ലെഡ്ജിംഗ് ബോർഡ് റെന്റിന് എടുത്തിട്ടുള്ളതും ഇവിടെ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി തണുപ്പ് കുറവാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ -8, -11 ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഭയങ്കര തണുപ്പത്ത് വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വർഷം കുറച്ച് തണുപ്പ് കുറഞ്ഞപ്പോൾ വന്നത്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിന്റർ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇവിടെ പ്രൊഫഷണലായി സ്കീ ചെയ്യുന്നവരുമുണ്ട്, അല്ലാതെ നമ്മളെ പോലെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ താഴെ നിന്ന് എല്ലാവരും കുട്ടികളെയും സ്ലെഡ്ജിംഗ് ബോർഡൊക്കെ കൊണ്ട് മുകളിലേക്ക് പോകും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് വരും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇത് ചെയ്യാം. സ്കീ ചെയ്യുന്നവരും സ്കേ ചെയ്യുന്നവരും ഒക്കെയാണ് ഈ കാണുന്നത്. റോപ്പ് പിടിച്ച് മുകളിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെയല്ല കേട്ടോ, ഇവിടെയുള്ള കുട്ടികൾ ചെറുപ്പം മുതലേ സ്കേറ്റിംഗ്, സ്കീയിങ് ഒക്കെ പഠിക്കുന്നവരാണ്.
ഇവിടെ ഡിസംബറിൽ തന്നെ വരണം. ഞങ്ങൾ തണുപ്പ് കുറഞ്ഞ സമയം നോക്കിയാണ് വന്നതെങ്കിലും ഈ സ്ഥലം നല്ല തണുപ്പിൽ കാണാനാണ് ഭംഗി. അതായത് മരങ്ങളിലൊക്കെ നല്ല സ്നോ ആയി അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് എന്നെപ്പോലെ സ്നോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവർക്ക്, അതായത് സ്നോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നെറ്റൂർ.